മഹാനാകുന്ന സയ്യിദ് ഇബ്നു അസ്ലം തങ്ങളുണ്ടല്ലോ, മദീന പള്ളിയിലേക്ക് കടന്നു വരികയാ. മദീന പള്ളിയിലേക്ക് കടന്നു വന്നു കണ്ട് പറയുകയാ, സഹാബാ, ഈമാനോടെ മരിക്കുന്ന 4 വിഭാഗങ്ങളുണ്ടല്ലോ, ഏതെന്നറിയോ? നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, ഒന്നാമത്തേതേതാ? തഅലീമുമാ അല്ലമല്ലാഹ്, പടച്ചവനെ അല്ലാഹു ആദരിക്കാൻ പറഞ്ഞ മാസങ്ങളുണ്ടല്ലോ, അല്ലാഹു ആദരിക്കാൻ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അല്ലാഹു ആദരിക്കാൻ പറഞ്ഞ മാസങ്ങളുണ്ടല്ലോ. ആരെങ്കിലും ഒരാൾ ആദരിച്ചു കഴിഞ്ഞാ അവരുണ്ടല്ലോ ഈമാനോടെ മരിക്കുന്നതാ. സയ്യിദ് ഇബ്നു അസ്ലം തങ്ങളുണ്ടല്ലോ, ഈ കാര്യം എന്റെ പ്രിയമുള്ളവരെ പറയുന്നത് ഏത് മാസത്തിലെന്നറിയോ? അത് ശഅബാനിലാ പറയുന്നത്. പടച്ചവനെ, ശഅബാൻ കഴിയുമ്പോ വരാനിരിക്കുന്ന നന്മയുടെ മാസമുണ്ടല്ലോ, ഏതെന്നറിയോ? റമളാൻ, ശഹ്റു റമളാൻ. റജബദാ കടന്നു വരുമ്പോ ഞാനും നിങ്ങളും അതാ ദുആ ചെയ്തല്ലോ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും അല്ലാഹ് ബറക്കത്ത് തരണേ അല്ലാഹ്. അത് കഴിഞ്ഞ് പടച്ചവനോട് ദുആ ചെയ്യുന്നൊരു ദുആയുണ്ട്, വബല്ലിഅനാ റമളാൻ. ഒരുപാട് പ്രതിഫലമുള്ള, ഒരുപാട് ആനന്ദമുള്ള, ഒരുപാട് മഹത്വമുള്ള, ഒരുപാട് ഫളീലത്തുള്ള റമളാനുണ്ടല്ലോ, ആഗതമാക്കണ അല്ലാ എന്ന് പറഞ്ഞ എന്റെ പ്രിയമുള്ളവരെ ദുആ ചെയ്യുമ്പോ റമളാനിനെ ആദരിക്കുന്നവരാരാ? റമളാനിനെ ആദരിക്കുന്നവരാരാ? റമളാന് കടന്നു വരുമ്പോ റമളാനിനെയുണ്ടല്ലോ ഇൻഷാ അല്ലാഹ് പടച്ചവനെ അതിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് സ്വാഗതം ചെയ്യുന്നവരാരാ? ഇബാദത്ത് ചെയ്യുന്നവരാരാ? ഇൻഷാ അല്ലാഹ് അവരുണ്ടല്ലോ ഈമാനോടെ മരിക്കുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ഇത് ശഅബാനാണല്ലോ, പടച്ചവനെ ഒരാഴ്ചകൾ കഴിയുമ്പോ റമളാന് കടന്നു വരാൻ പോകുകയാ. ആ റമളാനുണ്ടല്ലോ മോനെ, വെറുതെയാക്കല്ലേ മോനെ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, മാതാ മാതാ അലൽ മുസ്ലിമീന ശഹ്റു ഖൈറുൻ ലഹും ശഹ്റു റമളാൻ വഅലൽ മുനാഫിഖീന ശഹ്റു ശർറുൻ ലഹു മിൻ ശഹ്റു റമളാൻ. റമളാനുണ്ടല്ലോ ഒരു മുഅ്മിനിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ, ഒരു റമളാനുണ്ടല്ലോ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അവൻ പറയുന്നതാ, മർഹബാ, സ്വാഗതം റമളാനെ, സ്വാഗതം റമളാനെ. റമളാന് കടന്നു വരുമ്പോ ഒരു വിശ്വാസിയുണ്ടല്ലോ വല്ലാതെ സന്തോഷിക്കുകയാ. എന്നാ ഒരു മുനാഫിക്കിന്റെ ജീവിതത്തേക്കുണ്ടല്ലോ റമളാന് കടന്നു വന്നാൽ അവൻ പറയുന്നതെന്താ, ഇതൊന്ന് തീർന്നാല് മതിയായിരുന്നല്ലോ, ഈ റമളാനുണ്ടല്ലോ ഒന്ന് തീർന്നാല് മതിയായിരുന്നല്ലോ എന്നതാ പറയാൻ പാടില്ല. റമളാന് കടന്നു വരാൻ പോകുകയാ. ആ റമളാനിനെയുണ്ടല്ലോ ആദരിക്കുന്നവരാരാ? ഇൻഷാ അല്ലാഹ് അവരുണ്ടല്ലോ ചിരിച്ചു കണ്ണ് മരിക്കുന്നതാ. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. മരിക്കുമ്പോ ചിരിച്ചുകൊണ്ട് മരിക്കുന്ന 4 വിഭാഗങ്ങളിൽ ഒന്നാമത്തെ വിഭാഗമാരാ? റമളാൻ മാസം കടന്നു വരുമ്പോ ആ റമളാനിനെ ആദരിക്കുന്നവരാരാ? അതിനെ ബഹുമാനിക്കുന്നവരാരാ? അവരാണ് അൽഹംദുലില്ലാഹ് മരിക്കുമ്പോ ചിരിച്ചുകൊണ്ട് മരിക്കുന്ന ആദ്യത്തെ വിഭാഗം. അല്ലാഹു നീ കബൂലാക്കണേ തമ്പുരാനെ, നീ റാഹത്തിലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞാൻ നിങ്ങളോട് പറയാ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ റമളാൻ മാസം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മളൊക്കെ എന്താ പറയാറുള്ളത്? അല്ലാഹുവേ അൽഹംദുലില്ലാഹ് റമളാന് കടന്നു വന്നല്ലോ തമ്പുരാനെ,
റമളാന് കടന്നു വന്നല്ലോ തമ്പുരാനെ എന്ന് നമ്മൾ എൻ്റെ പ്രിയപ്പെട്ടവരെ പറയും. എന്നാൽ ഒരു മുനാഫിക്ക് അവന്റെ ജീവിതത്തിൽ റമളാന് കടന്നു വരുമ്പോൾ എന്താ പറയാറ്? അല്ലാഹുവേ, ഭക്ഷണം കഴിക്കാൻ പറ്റൂലല്ലോ തമ്പുരാനെ, 30 ദിവസമോ ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ തമ്പുരാനെ, ഇതൊന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു തമ്പുരാനെ എന്ന് പറയുന്ന അടയാളമാരുടെ അടയാളമാ, അത് മുനാഫിക്കിന്റെ അടയാളമാ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണോ അല്ലാഹ് ആദരിക്കാൻ പറഞ്ഞ മാസമായ റമളാനിനെ ആദരിച്ചു കഴിഞ്ഞാൽ അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന ആദ്യത്തെ വിഭാഗമാ. അല്ലാഹു നീ കബൂലാക്കണേ തമ്പുരാനെ, സ്വീകരിക്കണേ തമ്പുരാനെ. അതുകൊണ്ടാണ് റമളാൻ മാസം കടന്നു വരുമ്പോ ഞാനും നിങ്ങളും എല്ലാം എൻ്റെ പ്രിയപ്പെട്ടവരെ ആ റമളാനിന് വേണ്ടി ഒരുങ്ങുന്നത്. ഞാൻ നിങ്ങളോട് പറയാ, റമളാൻ കടന്നു വരികയാ. ഒരു 3-4 ദിവസം കഴിയുമ്പോ ആ റമളാൻ മാസം നമ്മളിലേക്ക് കടന്നു വരികയാ. ആ റമളാൻ കടന്നു വരുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ സ്വയം നന്നാകാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ പഠിക്കണം. നമ്മൾ പള്ളികള് നനച്ചുകുളി നടത്താറുണ്ട് അല്ലെ? പള്ളികള് നനച്ചുകുളി നടത്താറുണ്ട്. നമ്മുടെ വീടുകള് നനച്ചുകുളി നടത്താറുണ്ട്. വീടും പള്ളിയും പരിസരം മാത്രമല്ല, റമളാന് വരുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ ശുദ്ധീകരിക്കേണ്ടത് നമ്മുടെ സ്വന്തം മനസ്സും ശരീരവും എൻ്റെ പ്രിയപ്പെട്ടവരെ ശുദ്ധീകരിച്ചിട്ട് ആ റമളാനിനെ സ്വാഗതം ചെയ്യാൻ കഴിയണം. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവേ, റമളാന് കൂടാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ തമ്പുരാനെ, റമളാൻ അനുകൂലമാക്കണേ തമ്പുരാനെ, റമളാന് പ്രതികൂലമാക്കല്ലേ തമ്പുരാനെ. ദുആരക്കണം. ഞാൻ വെറുതെ പറയണല്ല. റമളാന് കൂടാതെ വിട പറഞ്ഞു പോയാൽ അത് വല്ലാത്തൊരു അധഭാഗ്യവാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് റമളാന് കഴിയുന്നത് വരെയെങ്കിലും ഞങ്ങളുടെ ആയുസ് നീ നീട്ടിത്തരണേ തമ്പുരാനെ, കബൂലാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലേ, റമളാൻ മാസത്തിൽ ഇനി 2 പേരെ നമ്മുടെ പള്ളിയിൽ കാണാൻ കഴിയും. നിങ്ങൾ ശ്രദ്ധിച്ചേക്കണേ, റമളാൻ മാസത്തിൽ 2 വിഭാഗം ആളുകളെ നമ്മുടെ പള്ളിയിൽ കാണാൻ കഴിയും. RSP NSP. ആരപ്പ? RSP NSP. RSP എന്ന് പറഞ്ഞ ആരാ? റമളാൻ സ്പെഷ്യൽ പാർട്ടി. റമളാനി മാത്രം അള്ളാന്റെ പള്ളി വരും. പള്ളി വന്നിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പള്ളി വന്ന് നിസ്കരിക്കും, തറാവിഹൊക്കെ കഴിയും. പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഗാന്ധിജിയുടെ കണ്ണടയ്ക്ക് ഓട്ടോ ഉള്ള ഒരു 10 നോട്ട് ഉസ്താദിന്റെ പോക്കറ്റിൽ വെച്ചു കൊടുത്തിട്ട് ഉസ്താദിന്റെ കൊടവേറി നെക്കി പിഴിഞ്ഞ് ഉസ്താദിനെ മറിച്ചിട്ട് നേരെ അടുത്ത പെരുന്നാളിന് വന്നാൽ വന്നു, ഇല്ലേലില്ല. അങ്ങനെ കുറച്ച് ആളുകൾ. വേറെ കുറച്ച് ആളുകളുണ്ട് NSP, നോമ്പ് തുറ സ്പെഷ്യൽ പാർട്ടി. നോമ്പ് തുറക്കാൻ വേണ്ടി മാത്രം അള്ളാഹ് ആയുസ് കൊടുത്ത് ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാവും. നോമ്പിന് വരും. റമളാൻ മാസത്തിൽ നോമ്പ് തുറക്കാൻ പള്ളി വരും. ഇവിടെ നോമ്പ് പറയണ്ടേക്ക, ഇവിടെ നോമ്പ് പറയണ്ട. ഇവിടെ മാത്രമല്ല, എല്ലാ പള്ളിയിലും ഈ പ്രശ്നമുണ്ട്. ചില ആളുകൾ നോമ്പ് തുറക്കാൻ വേണ്ടി മാത്രം വരും. വന്നിട്ട് റബ്ബേ എന്താ പറയാറ്, ഈത്തപ്പഴത്തിന് കുരുവില്ല, സെക്രട്ടറിക്ക് പൊക്കമില്ല, പ്രസിഡന്റിന് വണ്ണമില്ല, ഉസ്താദിന് കുടയറില്ല, അതില്ല ഇതില്ല എന്നിങ്ങനെ പറഞ്ഞ് ഫിത്തിനയും ഫസാദ് ഉണ്ടാക്കി. നോമ്പ് കന്നിക്ക് ഉപ്പ് കുറവ്, അത് ഇത് വാരാൻ കിട്ടിയില്ല, സപ്ലൈ ചെയ്യാൻ കഴിഞ്ഞില്ല, സപ്ലൈ ചെയ്ത് ശരിയായില്ല, അങ്ങനെ ഇങ്ങനെ എല്ലാം പറഞ്ഞ് ഫിത്തനയും ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി കുറെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാകും. ഞാൻ നിങ്ങളോട് പറയാ, റമളാനിനെ ബഹുമാനിക്കാൻ കഴിയണം. റമളാനിനെ ബഹുമാനിക്കാൻ കഴിയണോ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുമ്പോ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാ, പ്രിയമുള്ള ഉമ്മമാരോട് പറയുകയാ, പ്രിയമുള്ള സഹോദരിമാരോട് പറയുകയാ, ഇൻഷാ അല്ലാഹ് ആ റമളാൻ മാസത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? റമളാനിന്റെ പൗരുഷം എന്തെന്നറിയോ? ഒരിക്കലതാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ, അള്ളാഹുവോട് കരഞ്ഞുകൊണ്ട് ദുആരക്കുകയാ, യാ അല്ലാഹ് യാ റബ്ബി അക്റംതനീ ബികദീ. മൂസ നബി അതാ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ എനിക്കും നിന്നോട് സംസാരിക്കാൻ കഴിവ് തന്നല്ലോ അല്ലാ, അതുപോലൊരു സൗഭാഗ്യമുണ്ടല്ലോ വേറെ ഒരാൾക്കെങ്കിലും അല്ലാ നീ കൊടുത്തിട്ടുണ്ടോ നാദാ? മൂസ നബി അതാ ദുആരക്കുകയാ, പടച്ചവനെ തമ്പുരാനെ റഹ്മാനെ എനിക്കുണ്ടല്ലോ കലീമുല്ലാഹ്, അല്ലാഹുവോട് സംസാരിക്കാനുള്ള ഒരു സാഹചര്യമുണ്ടല്ലോ, നീ
നീ അനുവദിച്ചു തന്നു അല്ലാ. അതുപോലൊരു സൗഭാഗ്യമുണ്ടല്ലോ ആർക്കെങ്കിലും കൊടുത്തു അല്ലാ. അല്ലയതാ പടച്ചവനെ പറയുകയാ, കൊടുത്തിട്ടുണ്ട് മൂസ, ഞാനുണ്ടല്ലോ കൊടുക്കും മൂസ. മൂസ നബിയോട് അല്ലയതാ പറയുകയാ, ഒരു കാലഘട്ടം അതാ കടന്നു വരാനുണ്ട്, ഒരു കാലഘട്ടം കടന്നു വരാനുണ്ട്. ഉമ്മത്ത് മുഹമ്മദ് എന്ന് പറയുന്ന റസൂലുള്ളയുടെ ഉണ്ടല്ലോ ഒരു കൂട്ടം ജനങ്ങളുണ്ടല്ലോ കടന്നു വരാനുണ്ട്. മൂസ, അവർക്കൊരു മാസം അതാ കടന്നു വരാനുണ്ട്. അവർക്കുണ്ടല്ലോ ഒരു മാസം കടന്നു വരാനുണ്ട്. ആ മാസം ഏതാ? അത് റമളാനാണ് മൂസോ. ആ റമളാന് കടന്നു വരുമ്പോ അവരെന്തെന്നോട് ചോദിച്ചാൽ, അവരെന്ത് ദുആ ചെയ്താൽ എന്റെയും അവരുടെയും ഇടയിലുണ്ടല്ലോ മറയില്ല മൂസ. മൂസ നബി ചോദിക്കല്ലാ. മൂസ നബിയുടെ പ്രത്യേകത എന്താ? മൂസ നബി എന്ന് പറയുന്നത് അള്ളാനോട് സംസാരിച്ച പ്രവാചകനാ. എന്തുണ്ടെങ്കിലും മൂസ നബിക്ക് അള്ളാനോട് ചോദിക്കാൻ കഴിയും. ആ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാനോട് ചോദിക്കാ, പടച്ചോനെ എനിക്ക് നീ നൽകിയ സൗഭാഗ്യം പോലെ വേറെ ആർക്കെങ്കിലും നീ കൊടുത്തിട്ടുണ്ടോ? അല്ല പറയാ, മൂസ നിനക്ക് തെറ്റി മൂസ. ഒരു സമൂഹം വരാനുണ്ട്, ഒരു സമുദായം വരാനുണ്ട്. ഉമ്മത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളയുടെ ഒരു കൂട്ടം ആളുകൾ വരാനുണ്ട്, ഒരു കാലഘട്ടം വരാനുണ്ട്. അവർക്ക് റമളാൻ മാസം എന്ന് പറയുന്ന ഒരു മാസം ഞാൻ കൊടുക്കും. ആ മാസത്തിൽ അവരെന്നോട് എന്ത് ചോദിച്ചാലും അവരുടെയും എൻ്റെ ഇടയിൽ ഒരു മറയില്ലെന്ന് പ്രിയപ്പെട്ടവരെ മൂസ നബിയോട് അല്ലാഹ് പറയാ. അതാണ് റമളാൻ മാസം എന്ന് പറയണേ. മൂസ നബി അള്ളാനോട് എന്ത് കാര്യം ചോദിച്ചാലും മൂസ നബിയുടെ ഇടയിൽ, അള്ളാന്റെ ഇടയിൽ 1000 മറകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഉണ്ടെന്ന് വ്യക്തമായിട്ട് പണ്ഡിതന്മാര് പറയുന്നുണ്ട്. എന്നാൽ ഒരു വിശ്വാസി റമളാൻ മാസത്തിൽ അള്ളാനോട് എൻ്റെ പ്രിയപ്പെട്ടവരെ റമളാൻ മാസത്തിൽ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ ആ റമളാൻ മാസത്തിൽ എന്തല്ലാനോട് ചോദിച്ചാലോ നിങ്ങളുടെയും അള്ളാന്റെ ഇടയിൽ ഒരു മറയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം മഹത്തരമുള്ള മാസം. നമ്മൾ വെറുതെ അല്ല പറയണം.